ഹലോ പറയൂ. വരാം. SHOമാര് ഓൾ സ്റ്റാഫ് അടങ്ങിയിരിക്കാനുള്ളതാണ്. വന്നോ? നല്ല ഉറക്കേനു അതങ്ങ് മൂഞ്ചി. ഉറങ്ങാൻ പറ്റിയ ടൈമാ ബ്രോ. ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കെട്ടാൻ. അല്ല എന്തോ വള്ളി പിടിച്ചു വന്നാന്ന് മനസ്സിലായി. എന്താ കാര്യം? അർജന്റായിട്ട് 2K മറക്കണ്ടോ? ആ ഒരു 200 വർഷമല്ല അപ്പളാ 2K. 2000 ഒറ്റ നോട്ട് കണ്ട കാലം മറന്നു. 2000 ഒറ്റ നോട്ട് ഞാനും കണ്ടിട്ട് കുറേ ആയി. അതിനൊരു ഗോൾഡ് വെച്ചില്ലേനോ? അത് എടുത്താ കട്ട സീനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കീം സെറ്റാക്കാൻ പറ്റും? അക്രമ ശരിക്കും എൻ്റെ പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയാലോ, ഈ സിനിമ എന്നിട്ട് കുറേ കാലമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. വീട്ടിൽ പട്ടിയുടെ വില പോലും ഇല്ല. സ്വാഭാവികം. ഒരു 2000 കിട്ടിയ എൻ്റെ പ്രശ്നം തീരും. അതല്ല, എൻ്റെ ചെറിയ പെങ്ങളില്ലേ ആയുഷ്യു, ഓക്കിൻ്റെ ഭയങ്കര കാര്യമാണ്. ഓൾക്ക് +2 ഒക്കെ പാസ്സായി, അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ച എന്തായാലും നടക്കും. ഒരു ഐഡിയ ഉണ്ട്. അക്രമ ഈ ബ്ലാക്ക് ടിക്കറ്റിങ് കിട്ടും. ബ്ലാക്ക് ടിക്കറ്റോ? ആ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കോഴിക്കോട് ക്രൗൺ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാകുന്ന തിയേറ്റർ എന്നാണ്. അപ്പം നല്ല പടം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാലത്ത് പോകും. എന്നിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ടിക്കറ്റ് വാങ്ങും. ഈ ഹൗസ്ഫുള്ളായി കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ മാതിരി ഓൺലൈൻ ടിക്കറ്റും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തവരെ നമ്മൾ പോയിട്ട് അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരൊക്കെ ഇപ്പോൾ പോവാം. ഒരാൾക്ക് 4 ടിക്കറ്റ് വെച്ചിട്ട് കിട്ടും. ബാക്കിയുള്ളത് ഞങ്ങൾ മറിച്ച് വയ്ക്കും. ഇരട്ടി പൈസ ഒക്കെ മറിച്ച് വയ്ക്കുക. നമുക്കുള്ള ചെറിയ വെള്ളം കുടിക്കാനുള്ള പൈസയും ഫുഡ് കഴിക്കാനുള്ള ഫണ്ടും പിന്നെ ടിക്കറ്റിലെ പൈസ ഒക്കെ അതിൽ നിന്നാണ് നമ്മൾ ഒപ്പിച്ചേണ്ടത്. അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പോൾ എന്താ കാര്യമുണ്ട്. ഈ നമ്മളപ്പുറത്ത് നിൽക്കുന്ന സീറ്റിൽ ഇരുന്ന പോലെ എന്താ പറഞ്ഞു കേട്ടിട്ട് നാളെ L2 സ്റ്റാർട്ട് ചെയ്യല്ലേ? L2? ആടാ എമ്പുരാനടാ. നാളെ 9 മണിക്കാണ്. മോർണിംഗ് ആണ് സ്റ്റാർട്ടിങ്. ഫസ്റ്റ് ഷോ ഫസ്റ്റ് ബുക്കിംഗ് വേണം. ആയിക്കോട്ടെ. ഇല്ലേ? ഞാൻ ഉണ്ട്. ഞാൻ പൈസ അയച്ചാൽ എനിക്ക്. ആയിക്കോട്ടെ. മുസു ഉണ്ടാവോ? ഉണ്ടാവോ? പൈസ അയച്ചോ? അറിയില്ല. എന്നാ വേണ്ട. ഷിജി ഉണ്ടോ? ഷിജി ഉണ്ടെന്ന് പറഞ്ഞു. വിളിച്ചോക്കണോ? വിളിച്ചോക്ക്. ഷിജി ഉണ്ടാവില്ലേ? ഒരു ഐഡിയ ഉണ്ട്. നാളെ രാവിലെ 9 മണിക്ക് എമ്പുരാൻ്റെ ടിക്കറ്റിങ് ഓൺലൈൻ ടിക്കറ്റിങ് സ്റ്റാർട്ടാവും. നമ്മളൊരു 10 ടിക്കറ്റ് എടുക്കുന്നു. 2 ടിക്കറ്റ് നമുക്ക് കയറാം. ബാക്കി 8 എണ്ണം മറിച്ച് കിട്ടും. അല്ല, അങ്ങനെയൊക്കെ പറയലെടുക്കും. ഞാൻ മനസ്സിലാക്കിയതോളേ എമ്പുരാൻ മാരൊക്കെ ഹൈപ്പിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ടിക്കറ്റ് ബുക്കിംഗ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. ടിക്കറ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ടിക്കറ്റിന് നമ്മൾ പറയുന്ന പ്രൈസ് ഏകദേശം എത്ര കിട്ടും? മിനിമം ഒരു ടിക്കറ്റിന് ഒരു 500 റുപ്യെങ്കിലും നമുക്ക് മറിക്കാം. ഒരു 8 ടിക്കറ്റ് നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 4000. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഒരു 1500. അത് കഴിച്ചാൽ 2500 റുപ്യ ബാക്കി. എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫണ്ട് കിട്ടും. പോരാ സെറ്റ്. പക്ഷേ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു 1500 നമ്മൾ ഒപ്പിക്കണം. 1500 രൂപ അങ്ങോട്ട് വരുമോ? ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അത് വെച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ. അപ്പം നാളെ രാവിലെ 9 മണിക്ക് 9 മണിക്കല്ല 9 മുമ്പ് തന്നെ വരണം. നമുക്ക് സ്പോട്ടിൽ നിന്ന് മീറ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യം അവിടെ നിന്ന് സെറ്റാക്കാം. ഓക്കെ സെറ്റ് മാൻ. അക്രമയ്യ എവിടെ? 9 മണിയായി. നേരെ വേഗം ഒരു പരിപാടി നടക്കൂല കേട്ടോ. ആ നല്ല ടൈമിംഗ് ആണല്ലോ. എന്തായി സെറ്റല്ലേ? ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുക്കാനുള്ള ടൈം ആവണുള്ളൂ. പക്ഷേ സെർവർ ഡൗൺ ആണ്. പൊളിവോ? സെറ്റാക്കാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? നമുക്ക് ഒറ്റ ബുക്കിങ്ങിലേ
10 ടിക്കറ്റിൽ എടുക്കാൻ നടക്കില്ല. എടുക്കാമല്ലോ. എടുക്കുക, പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെല്ല് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 3 ടിക്കറ്റ് വെച്ചിട്ടുള്ള 2 സെറ്റും അതേപോലെ 2 ടിക്കറ്റുള്ള 2 സെറ്റും എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടാൾക്കും കയറാം, ബാക്കിയുള്ള നമുക്ക് ഈ സെറ്റ് പരിപാടി വേണം. ടൈം എന്തായി? 8:59. ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ടോ, സെർവർ ഇപ്പോഴും ഡൗണാണ്. ഇല്ല, ഒരു കാര്യം ചെയ്യും, നമ്പർ 97 ഓക്കെ 47 23 04 CV 123. ഫസ്റ്റ് ടിക്കറ്റ് ഓക്കെ. അടുത്തത് ലോഡിങ് ആണല്ലോ ഇതില്. അത് സെറ്റ് പറ്റി. മൂന്നാമത്തെ ഓക്കെ. 4 കിട്ടില്ലല്ലോ. ഓക്കെ സെറ്റ്. അപ്പോൾ ഓക്കെ ശരി. അപ്പോൾ 27-ാം തീയതി തിയേറ്ററിൽ നിന്ന് കാണാം. ഓക്കെ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പറ്റിയല്ല കോഴ്സിനെ പറ്റിയല്ല ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും? ഹാക്കിംഗ് വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അത് വേണ്ട. ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ നമ്പർ അഡ്രസ്സ് ഇട്ടുതരാം, ഒന്ന് പോയി മീറ്റ് ചെയ്ത് നോക്ക്. ഓക്കെ ശരി, നമ്മൾ അവിടെ വെച്ച് കാണാം. ഓക്കെ. മേഘാമി സാർ. ആ വരൂ. ഞാൻ ഷെബി പറഞ്ഞിട്ടായിരുന്നു. ആ ഓക്കെ ഓക്കെ ശരി, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പെങ്ങൾ +2 കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ അപ്പോൾ ഓക്കെ ഡിഗ്രി പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആ അപ്പോൾ പെട്ടെന്നൊരു കോഴ്സ് പഠിച്ചിട്ട് നല്ലൊരു ജോബ് സെറ്റ് ആവുകയാണെങ്കിൽ ആ അതിന് പോകാൻ അവൾക്ക് താല്പര്യമല്ല. ആ അതിന് പറ്റിയ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ അന്വേഷിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ജോബ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയണം. അവർക്ക് എന്താ ഇൻട്രസ്റ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ സജസ്റ്റ് ചെയ്ത കോഴ്സിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്നൊരു കോഴ്സ് വേണമെന്നാണെങ്കിൽ കരിയർ അക്കാഡമിയുടെ 3 മാസത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ജോബ് സെറ്റ് ആവുകയും ചെയ്യും. 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട് അവർക്ക്. ഇപ്പോൾ സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഫീസും കുറവായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ കോഴ്സ് എൻ്റെ വലിയ പെങ്ങൾക്ക് സെറ്റ് ആവും. പക്ഷെ ഞാൻ വന്നതിൻ്റെ ചെറിയ പെങ്ങൾക്ക് എൻ്റെ ഓൾ ഈ എഡിറ്റിങ്, ഈ ഷൂട്ട്, അതായത് റീൽ, ഇങ്ങനത്തെ സംഭവം, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനത്തെ സംഭവത്തിനോട് ഭയങ്കര താല്പര്യം. അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് എന്തെങ്കിലും ആക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പ്രാക്ടിക്കൽ ഓരോ കോഴ്സായിരിക്കും ഏറ്റവും നല്ലത്. അതിനിപ്പോൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിജിറ്റൽ SM അക്കാഡമിയുടെ DMC എന്ന് പറയുന്ന കോഴ്സ് തന്നെ ആയിരിക്കും. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, വീഡിയോഗ്രഫി, ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാമുള്ള ഒരു കോഴ്സാണത്. നിങ്ങളുടെ അനിയത്തിക്ക് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. മാത്രമല്ല 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി അവിടെ ഉണ്ട്. എനിക്ക് ഓരോ നമ്പർ ഒന്ന് തരും? ഉറപ്പായിട്ടും. ഓൾ ദ ബെസ്റ്റ്. അതെ, എവിടെ മനസ്സിലാക്കിട്ടില്ല ഇതുവരെ. എന്താണ് ന്യൂസ് ഉണ്ടോ? ന്യൂസ്? അത് നോക്ക്, വേഗം എടുത്തു നോക്ക്. ന്യൂസ് വേഗം എടുത്തു നോക്ക്. എന്താണ് അക്രമേ? നോക്ക്, വേഗം നോക്ക്. മാർച്ച് 21 രാവിലെ 9 മണി പറഞ്ഞ പ്രകാരം എമ്പുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചിത്രം എവിടെ കാണണം, ഏത് സ്ക്രീനിൽ, ഏത് സീറ്റിൽ എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സെർച്ച് കീ സെറ്റ് ചെയ്ത് ബുക്ക് മൈ ഷോയിൽ കാത്തുനിന്ന ആരാധകർ ഒന്ന് ഞെട്ടി. പിന്നെ കണക്ക് തെറ്റി. എവിടെയെങ്കിലും ഇരുന്നൊന്ന് കണ്ടാൽ മതി എന്നായി. ആദ്യ ഷോയിൽ ടിക്കറ്റ് ഇല്ല, ആദ്യ ദിനമില്ല, അടുത്ത ദിവസവും ടിക്കറ്റ് കിട്ടാനില്ല. കണ്ടോ? കണ്ടക്രമേ സെറ്റാണ്. നമുക്കേ ജാക്ക് പോട്ടാ. ഈ ഒരു കാര്യം ചെയ്യ്, ഇനി ടിക്കറ്റ് 500 കൊടുക്കണ്ട, ഭയങ്കര ഹൈപ്പിലുള്ളത്. ഇതൊരു 600-650 ചോദിച്ചോ, എന്നാൽ തന്നെ കിട്ടും. അത് സിമ്പിളല്ലേ. ഈ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ ഒരു വോയിസ് ഇട്ടാൽ മതി, ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ എനിക്ക് കോൾ വരും. പിന്നെ ടിക്കറ്റിൻ്റെ QR ഞാൻ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പൈസ നോക്കുക, QR അയച്ചു കൊടുത്താൽ മതി. ആ ഓക്കെ മച്ചാമാരെ, എമ്പുരാൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്തോ, ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ? പിന്നെ ടിക്കറ്റൊക്കെ സെയിൽ ആയിട്ടുണ്ട്. ഒരു 3 ടിക്കറ്റിന്റെ ഒന്നും, അതേപോലെ 2 ടിക്കറ്റ് 2 സെയിൽ ആയിട്ടുള്ളത്.
അതിപ്പോ നമ്മളെ കയ്യില് 3 ടിക്കറ്റ് ഒന്നല്ല ഇപ്പൊ ഉള്ളത്. അതിപ്പോ നമ്മള് കയറി കഴിഞ്ഞാൽ ഇപ്പോ ഒരു ടിക്കറ്റ് ബാക്കിയല്ലേ, ഇനിയിപ്പോ എന്താ കാട്ടുക? ആ അക്രമേ, അത് പ്രശ്നമല്ല, നമുക്കത് അവിടുന്ന് സെറ്റാക്കാം. എന്തായാലും ഷാർപ്പ് ടൈമിന് തിയേറ്ററിൽ പോവാം. ഓക്കെ. ആ ഹലോ, ആ ലാഡറിലുണ്ടടാ, വാ. ആ ഓക്കെ ഓക്കെ. ആ ആ എമ്പുരാൻ്റെ ടിക്കറ്റ് എല്ലാ ഷോവും ഹൗസ്ഫുള്ളായി. ഒറ്റ ടിക്കറ്റ് മതി. ഇല്ല, ഒക്കെ ഫുള്ളായി. ഐ ആം മുസ്തഫ ഫ്രം ക്രൈം ബ്രാഞ്ച്. സോറി സാർ, ഒക്കെ ഫുള്ളായി. ഒരു ടിക്കറ്റും ഇല്ലേ? ഇല്ല. ഹലോ. ആ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഷെജിൻ ചാമ്പി. ആടാ ഇത് വിളിച്ചു നോക്കി നമുക്ക്. വിളിച്ചു നോക്കി, ഞാൻ കുറെ വിളിച്ചു നോക്കി. എത്ര നേരം പറഞ്ഞല്ലേ ടിക്കറ്റ് എടുക്കണത്? എന്താ ചെയ്യാ? അറിയില്ല. എടാ നമുക്ക് റിട്ടേൺ കൊടുത്ത ടിക്കറ്റ്. റിട്ടേൺ പോകൂല, അങ്ങനെ ബ്ലാക്ക് ആൻഡ് പോകുള്ളൂ കൊടുക്കണമെങ്കിൽ. നമുക്ക് ബ്ലാക്കിന് കൊടുത്താലോ? ഹലോ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു സാറിന് ടിക്കറ്റ് കിട്ടിയില്ല. ആക്ച്വലി ഞങ്ങൾ 3 പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഇപ്പോൾ ആൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരെന്താ? പേര് ഷെബീബ്. സ്ഥലം എവിടെ? ഇവിടെ മഞ്ചേരി തന്നെയാണ്. എന്താ ചെയ്യണേ? ഞങ്ങൾ ചെറിയ IT വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ വരാം. എന്തായാലും ഞങ്ങൾക്കൊരു സീറ്റ് ഫ്രീ ആണ്. സാറിന് ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യാം. അവൻ വരുമോ? ഇല്ല, അവൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ യു ഷുവർ? യാ. ഓക്കെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അപ്പോൾ ആൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അത് നോക്കാം. രക്ഷയില്ല, പൊളി വായ്പാ. സാറേ അക്രമ ഒരു മിനിറ്റ്, ഞാൻ വരാം. പടം 1.5 പടമായില്ലേ? ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു പടം കണ്ടു. സത്യത്തിൽ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ സാറേ, ഒരു മിനിറ്റ്. സാറിന് നമ്പറൊന്ന് തരുമോ? ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരൊക്കെ പടം കഴിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ പടം? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? പടം